ഗോവിന്ദനാണെങ്കിലും ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദ ഇവിടെ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് അവളങ്ങനെ ജയിലിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ മോനെ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് നോക്കാം, നാളെ കോടതി ഒന്ന് കൂടട്ടെ, നമുക്ക് അവളെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ എടുക്കാം എന്ന് പറയാണ് കേട്ടോ. പിന്നീട് ജയനാണെങ്കിലും ദേവയാനിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാനും അച്ഛനൊക്കെ മാറി തിരിഞ്ഞു ഇങ്ങനെ പലരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിനക്ക് ഇങ്ങനെ എപ്പോഴും നീ നിന്റെ മരുമകളെ അവളുടെ വീട്ടുകാരെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയുമ്പോൾ, അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ ചെയ്യേട്ടാ, ഇവിടെ നന്ദു തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആദർശ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തായി മോനേന്ന്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമാണെന്ന് പറയേ, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചതാണെന്ന് പറയട്ടെ. അപ്പം അനാമിക അവളുടെ വീട്ടുകാരും തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ ആരാ ഇതൊന്നും ചെയ്തതെന്ന് അറിയാതെ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം എന്നാലും നന്ദുവിനെ ഇനിയിപ്പോൾ ജാമ്യത്തിൽ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ അവളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോവാണ് എങ്കിലൊക്കെ അങ്ങനെ നയനയുടെ അച്ഛന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ഇത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ് എന്നൊക്കെ പറയട്ടോ. അമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദനൊക്കെ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവേണ്ടതാണല്ലോ, പിന്നെ എന്തിനാ ഇത്ര സങ്കടം എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരും ഇങ്ങനെ മരിക്കണം എന്ന് വിചാരിക്കാറുമില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുമില്ല, തെറ്റ് ചെയ്യാത്തവർ രക്ഷപ്പെടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. കണ്ണൊക്കെ തുടച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ എന്തായാലും എങ്ങനെയെങ്കിലും നന്ദുവിന് ജാമ്യത്തിൽ എടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് കേട്ടോ ജയനും ആദർശൊക്കെ ആണെങ്കിലും. ഇതേ സമയം അനാമികയുടെ വീട്ടിലാണെങ്കിൽ അനാമികയുടെ അമ്മയും അതുപോലെ അനാമികയും ഭയങ്കര സന്തോഷത്തിൽ അങ്ങ് സംസാരിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, അവളുടെ വീട്ടിലിപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിയൊക്കെ തുടങ്ങി കാണുമെന്ന് പറയുകയാണ്. എന്തായാലും അവൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല, അവൾക്ക് ജാമ്യം കിട്ടാനും പോകുന്നില്ല, അവൾ ജയിലിലേക്ക് തന്നെ പോകും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അതാണല്ലോ വേണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും അവളുടെ ശല്യം എന്തായാലും മോൾക്ക് അനന്തപുരിയിൽ ഉണ്ടാവില്ല, എന്തായാലും ഒരു ജയിൽ പുള്ളീനെ അവിടേക്ക് കയറ്റാൻ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ മൂർത്തി സാറൊന്നും സമ്മതിക്കില്ല, അതുകൊണ്ട് ആ ശല്യം ഒഴിവായി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പോഴേക്കും വേണു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണു ആണെങ്കിലും വരുന്ന സമയത്ത് എന്തായി വെച്ച കാര്യങ്ങൾ അനാമിക ഭയങ്കര ഇതിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അത്ര ചില്ലറക്കാരനൊന്നല്ല, അതുകൊണ്ട് എന്തായാലും അവൾക്ക് നാളെ ജാമ്യം കിട്ടാൻ പോകുന്നില്ല, അവളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും എന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാനും കൂടെ കോടതിയിലേക്ക് വരട്ടെ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട, എല്ലാവരും കൂടെ പോയാലേ പിന്നെ പ്രശ്നമാവും, ഞാൻ എന്തായാലും അവിടേക്ക് പോകുന്നുണ്ടല്ലോ, അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ കാണാം, അപ്പോൾ എന്തായാലും ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, അത് മതിയല്ലോ എന്നൊക്കെ പറയാണ്ട്. പിന്നെ നമുക്ക് എന്തായാലും അവളെ ജയിലിൽ പോയി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അമ്മയും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അത് മതിയെന്ന് അനാമികയും പറയാണ്. എന്തായാലും പിന്നീട് അനാമികനെ കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനിയുമായിട്ട് ഇങ്ങനെ ഇനിയൊരു ദാമ്പത്യ ജീവിതം ഇല്ല എന്ന് മോള് പറഞ്ഞു കഴിഞ്ഞു, അത് എന്തേലും ആയിക്കോട്ടെ, പക്ഷേ ഈ സമയത്ത് അനീനെ കൂടെ നിർത്തിക്കോണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മോളെ ഇങ്ങനെ അവൻ ഇവിടെ കൊണ്ടുവെക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവൻ്റെ കൂടെ നിന്നോണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അനാമികയ്ക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, അതവർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. SI ആവാൻ മോഹിച്ചവൾ നാളെ ജയിൽപ്പുള്ളി ആയിട്ട് പോകാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ. പിന്നീട് അനിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നന്ദു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്, തെറ്റ് ചെയ്യാതെ ജയിലിൽ പോകുന്നത് ഒരു വല്ലാത്തൊരു തന്നെയാണ്, ഇനിയിപ്പോൾ തെറ്റ് ചെയ്യാതെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും ജയിലിൽ കിടക്കാൻ അങ്ങ് തീരുമാനിക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദു അനിയനോട് പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അനിയാണെങ്കിലും ഈ സമയം ജാനകി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്താണ് എത്ര വിഷമം എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വിഷമം പറഞ്ഞാൽ അമ്മ അത് മാറ്റി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ഇപ്പോൾ ഇങ്ങനെ ലോക്കപ്പിലാണല്ലോ, അതിൻ്റെ ഒരു വിഷമം തന്നെയാണെന്ന് ജാനകിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അനാമിക മോള് പറയുന്നത് തന്നെയാണ് സത്യം, നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ അവളുണ്ടെങ്കിൽ അമ്മ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, അവളുടെ സ്വഭാവം അത്രയ്ക്കും നല്ലതാണ്, അമ്മയുടെ മരുമോളുടെ അവളുടെ വീട്ടുകാരുടെ സ്വഭാവമാണ് നല്ലതല്ലാത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ അവരുടെ കൂടെ കൂടരുത് എന്നൊക്കെ പറയുകയാണ്. അനി അങ്ങനെ പറയുന്ന സമയത്ത് ജാനകിക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, നിനക്കിപ്പോൾ ഞാൻ പറയുന്നതും എൻ്റെ സ്വഭാവമൊന്നും പിടിക്കില്ല, ഇവിടെ ഒരുത്തി ആദർശിൻ്റെ ഭാര്യയായിട്ട് കയറി വന്നിട്ടുണ്ടല്ലോ, അവളും അവളുടെ അനിയത്തിയൊക്കെ പറയുന്നതല്ലേ നിനക്ക് ഇഷ്ടാവുള്ളൂ, അവരെയല്ലേ നിനക്ക് ഇങ്ങനെ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പറയൂ കേട്ടോ. അപ്പം അനാമിക മോള് പറയുന്നത് തന്നെയാണ് ശരി, നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെയാണ് എന്ന് പറയൂട്ടോ. അപ്പം അനി ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പം എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ സ്വഭാവം അത്രയ്ക്കും നല്ലതാണ് എന്ന് പറയും. അമ്മയുടെ മരുമോളും അവളുടെ വീട്ടുകാരും
കാര്യം ആണ് ശരിയല്ലാത്തത്, അവരുടെ സ്വഭാവമാണ് ശരിയല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അമ്മയും കൂടെ അവരുടെ കൂടെ കൂടി ഇങ്ങനെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെയായി പോയി, അമ്മ അവരുടെ കൂടെ കൂടരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജാനകിക്ക് അതൊന്നും ഇഷ്ടാവുന്നില്ല. അപ്പോൾ നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ തന്നെയാണ് ടാനി ഇങ്ങനെ ജാനകിനോട് പറയുന്നത്. ജാനകി ആണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ പോലീസ് പിടിച്ചോണ്ടോയത്, അവൾക്ക് നാളെ ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയട്ടെ. അപ്പൊ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്യും, അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, അവൾക്ക് എന്തായാലും ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയൂട്ടോ. ജാനകി അങ്ങനെ പറയുന്ന സമയത്തും എനിക്കും ഇങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറയുമ്പോഴും ജാനകി അത് തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജാനകി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നാളെ എന്തായാലും അവൾ ജയിലിലേക്ക് പോകും, ആ സമയത്ത് അവളുടെ അച്ഛനെയും അമ്മേനെയും ആശ്വസിപ്പിക്കാനാണെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ അവരുടെ വീട്ടിലേക്കൊന്നും പോയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉപദേശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വഴക്ക് പറയുന്ന പോലെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിനക്ക് പ്രിയപ്പെട്ടവർ അവരൊന്നല്ല, അനാമികയും അവളുടെ വീട്ടുകാരൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ അതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് നയനയുടെ വീട്ടിലാണെങ്കിൽ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഗോവിന്ദ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരും ഒന്നും കഴിച്ചില്ല അല്ലേ. എന്നിട്ട് നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, മോളിപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു നേരം പോലും ആഹാരം കഴിക്കാതെ ഇരിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഇങ്ങനെ അമ്മ നിർബന്ധിച്ച് എന്നെ കഴിപ്പിച്ചതാണ് എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എന്നെ നിർബന്ധിക്കേണ്ട, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ നവ്യ പറയുകയാണ്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ മോക്ക് ഒരു ഗ്ലാസ് പാല് കാച്ചി തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ടാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ നന്ദുവിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നന്ദു ആണെങ്കിലും ഇങ്ങനെ ചേച്ചിമാരുടെ കൂടെ ഇരുന്നൊക്കെ ഇങ്ങനെ ഒരു നേരം ആഹാരം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു എന്നൊക്കെ പറയട്ടെ. അതിപ്പോൾ ഇങ്ങനെയായി പോയല്ലോ, ഇനിയിപ്പോൾ നന്ദുവിന് നാളെ ജാമ്യം കിട്ടില്ലേ എന്നുള്ള ആ ഒരു പേടിയും കൂടി ഉണ്ടിട്ട് ഗോവിന്ദനെ അപ്പോൾ നയനയോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ എന്തായാലും അവൾക്ക് ജാമ്യം കിട്ടും എന്ന് പറയാണ് കേട്ടോ. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. നയനയ്ക്കും ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, നാളെ കോടതിയിൽ എന്ത് നടന്നാലും ഞങ്ങൾ അറിയും, അതുകൊണ്ട് ഇങ്ങനെ ഒന്നും മറച്ചു വെക്കേണ്ടതൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ കുറച്ചുകൂടെ ഇങ്ങനെ ചങ്കറുപ്പ് കാണിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അനാമികയെ അവളുടെ അമ്മയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ മുന്നിൽ ഇങ്ങനെ താണുവാണെങ്കിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നയനയ്ക്ക്. നയന പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ അങ്ങനെ തന്നെയല്ലേ നിൽക്കുന്നത്, ഞാനിങ്ങനെ അവരുടെ മുന്നിൽ താണുവാണെങ്കിൽ ഒന്നും നിൽക്കുന്നുമില്ല, അവരെന്ത് പറഞ്ഞാലും അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, അതുപോലെ തന്നെ ആദർശേട്ടനാണെങ്കിൽ നിന്നെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നിന്റെ അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞാലും അവരുടെ മുന്നിലും നീ ഇങ്ങനെ താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയട്ടെ. അപ്പം ഞാനിപ്പോൾ അങ്ങനെ തന്നെയല്ലേ ചേച്ചി മുന്നോട്ട് പോകുന്നത്, ഞാൻ ആരുടെ മുന്നിലും ഇങ്ങനെ താന്നു കൊടുക്കാനൊന്നും നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെ എങ്ങാനും എൻ്റെ നന്ദു ഇങ്ങനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഇതിൻ്റെ പിന്നിൽ കളിച്ചവരെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ നയന പറയുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ നന്ദുവിന് ജാമ്യം കിട്ടില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതുപോലെ നല്ലൊരു വക്കീലിനെ തന്നെയാണല്ലോ നന്ദുവിന് വേണ്ടി വെച്ചിട്ടുള്ളത്, അവൾക്ക് എന്തായാലും ജാമ്യം കിട്ടും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മോള് ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനാണെങ്കിലും ആ സമയത്ത് പറയുകയാണ് കേട്ടോ. കനകയാണെങ്കിലും ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നയനേനെ ഇങ്ങനെ ദേവയാനി വന്ന് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. അതിൻ്റെ പിറകെ തന്നെയാണല്ലോ നന്ദു ഇങ്ങനെ SI ടെസ്റ്റ് പാസ്സായതും. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറയാണ് കേട്ടോ. എൻ്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു SI ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുന്നിലൊക്കെ പോലീസ് യൂണിഫോം ഇട്ട് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നന്ദുവിനെ ലോക്കപ്പിലാക്കിയിട്ടുണ്ട്. നന്ദു ലോക്കപ്പിൽ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ആകെ സങ്കടപ്പെട്ട്. ദേവയാനിയാണെങ്കിലും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും അങ്ങനെ രക്ഷപ്പെടണം, അവൾക്ക് ജാമ്യം കിട്ടണം എന്ന് നല്ല ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടത്തോടു കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ വക്കീല് കോടതിയിലേക്ക് വരുന്ന സമയത്ത് ദേവയാനി വിളിച്ചിട്ട് കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ ചില്ലറക്കാരനൊന്നല്ല, നമുക്ക് എങ്ങനെയും ജാമ്യം വാങ്ങിച്ചെടുക്കാം എന്ന് പറയാണ്. അപ്പോൾ ജാമ്യം അങ്ങനെ വാങ്ങിച്ചെടുത്താൽ മാത്രം പോരാ, കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം, ഇപ്പം എന്തായാലും ഇങ്ങനെ നമുക്ക് ജാമ്യം വാങ്ങിച്ചെടുക്കുകയാണല്ലോ വേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കേസിൽ നിന്ന് ഊരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല, കേസ് ഇങ്ങനെ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷപ്പെടുത്തി എടുക്കണം തന്നെയാണ് കേട്ടോ ദേവയാനി വക്കീലിനോടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദേവയാനി എന്നെ ഒരു കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇങ്ങനെ പരമാവധി ശ്രമിക്കേണ്ടത്, ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, ദേവയാനി സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് വക്കീലാണെങ്കിലും ഇങ്ങനെ ദേവയാനിനെ ആശ്വസിപ്പിച്ച് അങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവർക്കൊരു പ്രതീക്ഷയുണ്ട് നന്ദുവിനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ കേസാണെങ്കിലും മാറി തിരിഞ്ഞ് പോയതാണല്ലോ, ആ പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടീനെ അടിച്ചു, അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വഴിയിലിട്ട് നന്ദു അടിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ആ പെൺകുട്ടിയും കയറി ഇടപെട്ടപ്പോൾ പെൺകുട്ടീനെ അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കേസ് ഇങ്ങനെ തിരിച്ചു വിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ
നന്ദുവിനെ കൊടുക്കാൻ ഉദ്ദേശിച്ചവർ എന്തായാലും പണം വാരി എറിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു ഇതായി പോയിട്ടുണ്ടെന്നൊക്കെ വക്കീല് ദേവയാനിയോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ജാമ്യത്തിലെടുത്താൽ പിന്നെ നമുക്ക് കേസ് അങ്ങ് ഇല്ലാതാക്കാം എന്ന് പറയാണ്ട്. പിന്നെ ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ കനകേനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നന്ദുവിനെങ്ങാനും ജാമ്യം കിട്ടാതെ വന്ന് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ അവിടെ തളർന്ന് വീഴും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഗോവിന്ദേട്ടനോട് ഞാൻ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത്. ഞാനും വരുന്നില്ല, എനിക്കിതൊന്നും കാണാനുള്ള ശക്തിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയും നവീൻ കൂടെ കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടാണെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരാണെങ്കിലും ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും നന്ദു ഞങ്ങളുടെ കൂടെ കാണും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിലും അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല. കനകയാണെങ്കിലും ഇങ്ങനെ സങ്കടത്തോടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദു ഇങ്ങനെ എസ് ഐ ആവാൻ ആഗ്രഹിച്ചതും അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെയായി പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. ഇനിയെങ്കിലും നന്ദുവിനോട് ഇങ്ങനെ പറയണം, രണ്ട് ചേച്ചിമാരും അവളെ ഒന്ന് ഉപദേശിക്കണം. ഇനിയിപ്പോൾ വഴിയിൽ ഇങ്ങനെ കാണുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അതിലൊന്നും കയറി ഇടപെടരുതെന്ന്, അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അവൾ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, തെറ്റിനെതിരെ പ്രതികരിക്കുകയല്ലേ ചെയ്തതെന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ എല്ലാത്തിലും കയറി ഇടപെട്ടാൽ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് പിന്നെ ഇങ്ങനെ കുറ്റക്കാരാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കനകയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്തായാലും പോയിട്ട് വരാം, ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് നന്ദു ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ നൈനി നവ്യ അവിടെ നിന്ന് അവരോട് യാത്ര പറഞ്ഞ് പോകുന്നത്. അപ്പോഴും ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നന്ദു എസ് ഐ ആയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നിന്നോട് ഇതിന് മുൻപേ പറഞ്ഞിരുന്നില്ലേ കനകയെന്ന് പറയൂട്ടോ. ഇതിപ്പോൾ അതിന് മുന്നേ എങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണേ. പിന്നീട് വേണു ഒരു വക്കീലും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്ദുവിൻ്റെ കാര്യം തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മോളെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് ഇങ്ങനെ കൊടുത്തു വിട്ടു, ഇതിപ്പോൾ ആകെ ഇങ്ങനെ നാണക്കേടായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരാണാണ് ഇങ്ങനെ വഴിയിൽ വെച്ച് അങ്ങനെ തല്ലിയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ ഒരു പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ അവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നവ്യയും നയനിയും കൂടെ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നവ്യ കാണുന്നുണ്ടായിരുന്നു കേട്ടോ വേണു അവിടെ നിന്ന് വക്കീലിനോട് സംസാരിക്കുന്നത്. അങ്ങോട്ട് നോക്കി, അങ്ങേര് വന്നിട്ടുണ്ടല്ലോ, കേസ് തോൽക്കുമെന്ന് അറിയാൻ വന്നതായിരിക്കും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് വേണു ആണെങ്കിലും ഇവർ വരുന്ന കാണുമ്പോൾ തന്നെ വക്കീലിനോട് പറയുന്നുണ്ടായിരുന്നു, അതാണ് പ്രതിയുടെ ചേച്ചിമാര് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് പിരിയാണ് കേട്ടോ. വേണു ആണെങ്കിലും നയനയുടെയും നവ്യയുടെയും അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. വേണു ആണെങ്കിലും അവരോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കേസ് ജയിക്കുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്, ഇതിൻ്റെ വാദമൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയൂട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദുവിൻ്റെ കേസ് വാദിച്ച് നിങ്ങൾക്ക് നന്ദുവിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, അതിന് ഞാൻ വക്കീലൊന്നുമല്ലല്ലോ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തായാലും ഇപ്പോൾ വക്കീലിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കേസ് ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ വക്കീലിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വേണു പറയാണ്, അതിന് ഗവൺമെന്റ് വെച്ച വക്കീലല്ലേ, അവരെ സ്വാധീനിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഇതിന്റെ പിന്നിൽ കളിച്ചവരെല്ലാം ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, കുട്ടി പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാനാണ് അവളെ കുടുക്കിയത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അവിടേക്ക് പോലീസ് ജീപ്പ് വരുന്നത്. അപ്പൊ നന്ദു ആണെങ്കിലും അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന കാണുമ്പോൾ നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദു ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുന്നത് തന്നെ നയനയുടെ നവ്യയുടെ മുഖത്തേക്കാണ് കേട്ടോ. അപ്പൊ നന്ദു ഇങ്ങനെ അവരെ നോക്കുന്നു കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.